പലരും മിക്ക ആൾക്കാരും ഫോണിലാണ് യൂസ് ചെയ്യുക, ഐപാഡിൽ യൂസ് ചെയ്യും. അങ്ങനെ ഏത് ഡിവൈസ് ഉപയോഗിച്ചാലും അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഫിറ്റ് ആവുന്ന ഒരു റെസ്പോൺസീവ് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവൻ മലയാള മനോരമയുടെ ഓൺലൈൻ പോലും കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണ് അതിലേക്ക് മാറിയിട്ടുള്ളൂ. അപ്പോൾ ആമോഫ് ജോയുടെ തുടക്കത്തിലെ തന്നെ അത്രയും നല്ല രീതിയിലുള്ളൊരു വെബ്സൈറ്റ് ചെയ്തു തന്ന പാർവതിയുടെ ഒരു ചെറിയ നന്നായി എൻജോയ് ചെയ്തിരുന്നു. 4 മലയാളം സിനിമകളും 2 തമിഴ് സിനിമകളും അവർ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസ് എനിക്ക് തോന്നുന്നത് ഇനിയും നടത്താൻ തോന്നുന്നു. പല ഇത്തരം സ്ഥാപനങ്ങളിലെ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്ഥാപനത്തിൽ വെച്ച് ഇങ്ങനെ നടത്തിയാൽ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് ഇനിയും കൊണ്ടുപോകും. കാരണം നല്ല ഷോർട്ട് ഫിലിംസ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട്. ഇന്നത്തെ ഷോർട്ട് ഫിലിമിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായ ശ്രീ മനീഷിന് ചെറിയ വലിയ ഫോർമലായിട്ടൊന്നും പറയുന്നില്ല, തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തിച്ചേർന്നതെന്നൊന്നും പറയുന്നില്ല. ജോയേട്ടനെ പോയി കണ്ടപ്പോൾ തന്നെ വളരെ വളരെ സന്തോഷത്തോടെ തന്നെ ജോയോടെ തന്നെ ഇത് ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ജോയേട്ടന് ചെറിയൊരു ഞങ്ങളുടെ ആമോഫ് ജോയുടെ ഒരു സ്ലോഗനാണ് ഡൂയിങ് തിങ്സ് ഫോർ അതേഴ്സ് ഇസ് നോട്ട് ചാരിറ്റി ബട്ട് ജോയ്. അത് ജോയേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് സാറിന്റെ ചാർജ് എടുത്ത് എനിക്ക് തോന്നുന്നത് ഒരു 3 ആഴ്ചക്കുള്ള ഞാൻ സാറിന്റെ കോൾ ഞങ്ങൾക്ക് വന്നിരുന്നു. അദ്ദേഹം ഈ ഫേസ്ബുക്ക് വഴിയും ഞങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ വഴിയും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞ് ഒരു ദിവസം രാത്രി ഞങ്ങൾ സാറിന്റെ റെസിഡൻസിൽ പോയി 9:30 കയറി ചെന്ന് സാർ 11:30 വരെ ഞങ്ങളോട് സംസാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇതിന് സാറിന്റെ മനസ്സിലുള്ള പ്രോജക്ട്സ് എനിക്ക് തോന്നുന്നു ഒരു കളക്ടറോട് ഇത്ര ഫ്രീ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. ശരിക്കും അദ്ദേഹം ഒരു കളക്ടർ ബ്രോ തന്നെയാണ്, കളക്ടർ സാറല്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇത്തരം പല കാര്യങ്ങളിലും സഹകരിക്കണം എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ എല്ലാ നല്ല കാര്യങ്ങളിലും ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ സഹകരണം ഉണ്ടാകും. അദ്ദേഹത്തിന് ചെറിയൊരു